പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. ഈശോയെ ആരാധിക്കാം നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം ഹൃദയങ്ങൾ ചേർക്കാം ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം.
ആശ്വാസദായകൻ പ്രിയനേശുവേ, മർത്യരാം ഞങ്ങൾ തൻ ആരാധന. ആശ്വാസദായകൻ പ്രിയനേശുവേ, മർത്യരാം ഞങ്ങൾ തൻ ആരാധന. മർത്യരാം ഞങ്ങൾ തൻ ആരാധന. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ, സ്നേഹത്തിൻ ഭാവമേ, എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ, സ്നേഹത്തിൻ ഭാവമേ, എന്നെന്നും ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിയേക ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുകയാണ്, സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. നല്ല തമ്പുരാനെ, ഈ തിരുമണിക്കൂറിൽ ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങ് അരുളി ചെയ്തുവല്ലോ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കുമെന്ന്. ഈശോയെ, അങ്ങേ പ്രകാശമായ അങ്ങയെ അടുത്തനുഗമിക്കുന്നവർക്ക് ജീവൻ്റെ പ്രകാശം ലഭിക്കുമെന്നും ആ പ്രകാശധോരണി മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് സാധിക്കുമെന്നും അങ്ങ് തിരുവചനത്തിലൂടെ അരുളി ചെയ്യുന്നു. വീണ്ടും സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അവിടുത്തെ നോക്കിയവ പ്രകാശിതനായി എന്ന്. ഈശോയെ, അവിടുത്തെ നോക്കുവാൻ, അവിടുത്തെ നോക്കി അവിടുത്തെ കാരുണ്യത്തിൻ്റെ ഫലം സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ ഒത്തിരിയേറെ ആഗ്രഹിക്കുകയാണ് നല്ല തമ്പുരാനെ. ഈശോയെ, കൂടെയായിരിക്കണമേ, വഴി നടത്തണമേ. ഞങ്ങളെ എന്നും പരിപാലിക്കുന്നവനായി അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ഭയപ്പെടുവാനില്ല. ജീവിതത്തിൽ എന്തെല്ലാം ആകുലതയും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ കടന്നു വന്നാലും അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ അവിടെ ഉത്കണ്ഠയ്ക്കോ വിഷമത്തിനോ സങ്കടത്തിനോ ഒന്നും സ്ഥാനമില്ല. കാരണം അവിടെ നിറയേണ്ടത് പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്, ആനന്ദമാണ്. അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഈശോയെ, ഇതെല്ലാം ആസ്വദിച്ച് അനുഭവിക്കുവാനായിട്ട് അങ്ങയുടെ കരുണ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ അപേക്ഷിക്കുകയാണ്. നല്ല തമ്പുരാനെ, അങ്ങേ നോക്കി പ്രകാശിതരാകുവാനായിട്ട് ഈ മണിക്കൂറുകളിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഈശോയെ, അങ്ങയുടെ പ്രകാശ ചൈതന്യത്തെ ഞങ്ങളെ പൂരിതരാക്കണമേ. അങ്ങയുടെ ഞങ്ങളെ പ്രതിഫലിക്കുവാനായിട്ട്, അങ്ങയുടെ തേജസ് ഞങ്ങളെ പ്രതിഫലിക്കുവാനായിട്ട് അങ്ങ് തന്നെ ഇടവരുത്തണമേ എന്ന് ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഏറ്റവും താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. ഈശോയെ, കരുണയായിരിക്കണമേ, കൃപയായിരിക്കണമേ, അനുഗ്രഹം ചൊരിയണമേ.
സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തതുകൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിന് അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ നിമിഷങ്ങളിൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് തൻ്റെ സ്നേഹന്മാരോട് അരുളിച്ചെയ്യുന്ന സ്നേഹനിധിയായ നമ്മുടെ കർത്താവിനെ നമുക്ക് ആത്മനാ ദർശിക്കാം. ഇതിന് അവിടുന്ന് നൽകുന്ന വിശദീകരണം നാം നന്നായി ഗ്രഹിക്കുന്നതിനും അതിൽ നിന്ന് ഫലമെടുക്കുന്നതിനും വേണ്ട സഹായത്തിനായി അവിടുത്തോട് അപേക്ഷിക്കാം. ആത്മീയ വരൾച്ച എന്നതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രകാശം, അതിനെ തലോടുന്ന അവിടുത്തെ സ്നേഹമാധുര്യം പിൻവലിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്നാണ്. ഈ വരൾച്ചയുടെ ഫലമായി ഭക്തികൃത്യങ്ങളിലുള്ള ആകർഷണവും ദൈവസേവനത്തിനുള്ള സന്തോഷവും കർത്തൃനിർവഹണത്തിലുള്ള ആനന്ദവും ഇല്ലാതാകുന്നു. ഇത്തരത്തിലുള്ള ആത്മീയ വരൾച്ചകൾ രണ്ട് വിധമാണുള്ളത്. ഒന്നാമതായിട്ട് തീഷ്ണതയുള്ള ആത്മാക്കളിൽ ദൈവം നടത്തുന്ന പരീക്ഷണം.
രണ്ടാമതായിട്ട് മന്ദജീവിതത്തിൻ്റെ ഫലം അഥവാ മന്ദജീവിതത്തിന് ദൈവം നൽകുന്ന ശിക്ഷ. ഇവയെ തിരിച്ചറിയുവാൻ 3 മാർഗങ്ങളുണ്ട്. അവയെപ്പറ്റി നമുക്കിന്ന് ധ്യാനിക്കാം. ഒന്നാമതായിട്ട്, ആധ്യാത്മിക വളർച്ചയിൽ പരീക്ഷിക്കപ്പെടുന്ന തീഷ്ണതയുള്ള ഒരാത്മാവ് തൻ്റെ ദയനീയമായ കഷ്ടതകളെയും നിസ്സഹായ അവസ്ഥയെയും കുറിച്ച് ദൈവസന്നിധിയിൽ നെടുവേർപ്പെടുന്നു. ആധ്യാത്മിക വളർച്ചയെക്കുറിച്ച് അത് തന്നെ എളിമപ്പെടുത്തുന്നു. തൻ്റെ തണുത്ത ഹൃദയത്തിന് ചൂട് പകരുവാൻ നിഷ്കളങ്കമായി അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നേരെമറിച്ച് മന്ദോഷ്ണതയുള്ള ഒരാത്മാവ് തൻ്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് സങ്കടപ്പെടുന്നില്ല, അതിനെ അത്ര കാര്യമായി കരുതുന്നുമില്ല. തന്നെ മന്ദോഷ്ണത കടന്നു പിടിച്ചിട്ടുണ്ടെന്ന് പോലും അത് മനസ്സിലാക്കുന്നില്ല. രണ്ടാമതായിട്ട്, പരീക്ഷിക്കപ്പെടുന്ന ആത്മാവ് തികച്ചും വൈഷമ്യമേറിയ ഒരവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥിതിയിൽ നിന്ന് വിമുക്തമാകുവാൻ അത് നിരന്തരം പരിശ്രമിക്കുന്നു. ബലഹീനത നിമിത്തം ചെയ്തുപോയ തിന്മയെയും ചെയ്യേണ്ടിയിരുന്നതും എന്നാൽ ചെയ്യാതിരുന്നതുമായ നന്മയെയും കുറിച്ച് അത് ചിന്തിക്കുന്നു. തീഷ്ണതയുള്ള ആത്മാക്കളോട് തന്നെ താരതമ്യം ചെയ്യുമ്പോൾ അവയിൽ നിന്ന് എത്രയോ വിദൂരത്തിലാണ് താൻ സ്ഥിതി ചെയ്യുന്നതെന്ന് അത് കാണുന്നു. നമ്മുടെ നിത്യരക്ഷ സാധിക്കുവാൻ നമുക്കുണ്ടായിരിക്കണമെന്ന് വിശുദ്ധ അപ്പസ്തോലൻ ആഗ്രഹിക്കുന്ന ഭയവും വിറയലും അപ്പോൾ അതിന് അനുഭവപ്പെടുന്നു. എത്ര കുറച്ച് മാത്രമാണ് ദൈവത്തിന് വേണ്ടി ചെയ്തത് എന്ന ചിന്തയാൽ അത് പര്യാകുലമാവുകയും നന്നായി ചെയ്യുവാൻ ശക്തിമത്തമായ അനുഗ്രഹം അതിനുണ്ടാകുകയും അങ്ങനെ കൂടുതൽ നല്ലൊരു ജീവിതം കഴിക്കുന്നതിനുള്ള പ്രേരണ അതിന് കൈവരികയും ചെയ്യുന്നു. നേരെ മറിച്ച് മന്ദോഷ്ണമായ ആത്മാവ് അതിൻ്റെ സുഖസന്തുഷ്ടിയിൽ വളരെ സന്തോഷപൂർവ്വം കഴിഞ്ഞുകൂടുന്നു. താൻ ചെയ്യാത്ത തിന്മകളെക്കുറിച്ച് ചിന്തിച്ചും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില്ലറ നന്മകളെപ്പറ്റി ആലോചിച്ചും തന്നേക്കാൾ അധപതിച്ചവരോട് തന്നെ താരതമ്യപ്പെടുത്തിയും സംതൃപ്തി അടയുന്നു. പരിപൂർണതയിലേക്ക് ഉയരുവാൻ ആഗ്രഹം പോലും പ്രകടിപ്പിക്കാതെ വെറുമൊരു സാധാരണ ജീവിതത്തോട് അത് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ ആത്മീയ അഭിവൃദ്ധിയിലുള്ള അഭിലാഷങ്ങളെല്ലാം കൈവിടിഞ്ഞ് ദൈവഭയം കൂടാതെ അത് സ്വസ്ഥമായി കഴിഞ്ഞുകൂടുന്നു. മൂന്നാമതായി, തീഷ്ണതയുള്ള ഒരാത്മാവ് അതിൻ്റെ ആധ്യാത്മിക വളർച്ചയെപ്പോലും കടമകളെല്ലാം കഴിയുന്നിടത്തോളം നന്നായി തന്നെ ചെയ്യുന്നു. കടമകൾ നിർവഹിക്കുന്നതിന് വേണ്ടി സുഖവും സന്തോഷങ്ങളുമെല്ലാം സ്വമനസ്സ അത് ത്യജിക്കുന്നു. തൻ്റെ അപകൃഷ്ടാവസ്ഥ ഓർക്കുമ്പോൾ എല്ലാ ഭക്തികൃത്യങ്ങളും കൂടുതൽ ആവശ്യകമായി അതിനനുഭവപ്പെടുന്നു.
നേരെ മറിച്ച് മന്ദോഷ്ണതയുള്ള ഒരാത്മാവ് ആധ്യാത്മിക വളർച്ചയുടെ സമയത്ത് എല്ലാം മോശമായിട്ടാണ് ചെയ്യുക. ഭക്തികൃത്യങ്ങളെ വെട്ടിക്കുറയ്ക്കുകയോ മുഴുവനായി ഉപേക്ഷിക്കുകയോ ചെയ്യുന്നു. തൻ്റെ സ്വാതന്ത്ര്യത്തെ തടയുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്ന ഒന്നിനും അത് വഴങ്ങുകയില്ല. അവയെല്ലാം അതിനെ അസന്തുഷ്ടമാക്കുകയും വെറുപ്പിക്കുകയും ചെയ്യും. തൻ്റെ സ്വഭാവത്തിനും അഭിരുചിക്കും യോജിക്കാത്ത ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അത് വകവയ്ക്കുകയില്ല. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത കാണിക്കുക ഒരു വലിയ കാര്യമാണെന്നും ചെറിയവർ മാത്രമാണ് വലിയ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളതെന്നും ദൈവസേവനത്തെ ചെറുതെന്ന് വിളിക്കപ്പെടാവുന്ന യാതൊന്നുമില്ലെന്നും അത് മനസ്സിലാക്കുക കൂടി ചെയ്യുന്നില്ല. ഈ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കി നമ്മുടെ ആധ്യാത്മിക വളർച്ച ദൈവത്താൽ ഐക്യപ്പെടുന്നതോ അതോ നമ്മുടെ ജീവിതത്തിൻ്റെ ഫലമോ എന്ന് നമുക്ക് പരിശോധിക്കാം.
ഇനി നമുക്ക് ധ്യാന വിഷയമാക്കേണ്ടത് ആധ്യാത്മിക വളർച്ച ഉണ്ടാകുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ഒന്നാമതായിട്ട് നമുക്ക് ആധ്യാത്മിക വളർച്ച ഉണ്ടാകുന്നത് നമ്മുടെ മന്ദജീവിതത്തിൽ നിന്നാണെന്ന് തീർച്ചയായാൽ ഒട്ടും താമസിയാതെ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കണം. കാരണം അത് ചാവുദോഷത്തിലായിരിക്കുന്നതിനേക്കാൾ വിലപനീയമാണെന്നും അത് നിത്യനാശത്തിൻ്റെ ആരംഭമാണെന്നും നമ്മുടെ വചനത്തിൽ കാണുന്നുണ്ട്. നമുക്ക് ആ വചനഭാഗം ഒന്ന് ശ്രവിക്കാം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 15-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയുമെന്ന്. അതിനാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നാം മുകളിൽ കണ്ട മന്ദജീവിതത്തിൻ്റെ ആ 3 സ്വഭാവങ്ങളെ നമുക്ക് തിരുത്തേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ ആധ്യാത്മിക വളർച്ച ദൈവത്തിൻ്റെ ഒരു പരീക്ഷയാണെങ്കിൽ നിരാശരാകാതെയും ദുഃഖിക്കാതെയും ഒക്കെ നാം അത് സ്വീകരിക്കണം. വരപ്രസാദത്തിനും ദൈവസ്നേഹത്തിനുമായി ദാഹിക്കുന്ന ഉണങ്ങി വരേണ്ടതും ദുഃഖപൂർണവുമായി നമ്മുടെ ഹൃദയത്തെ നാം ദൈവത്തിന് സമർപ്പിക്കണം. ഹൃദയത്തിൻ്റെ ഈ ദാഹം തന്നെ ദൈവത്തോടുള്ള സംഭാഷണമാണ്. നമ്മുടെ നിസ്സഹായ അവസ്ഥയുടെ ഈ എളിയ സമർപ്പണം അവിടുത്തോട് എല്ലാം പറഞ്ഞുകൊള്ളും. അവിടുന്ന് നമ്മെ കേൾക്കുന്നതിന് നാം കാത്തു നിൽക്കാതെ സമാധാനത്തോടെ നമുക്ക് അവിടത്തേക്ക് സേവനം ചെയ്യാം. മൂന്നാമതായിട്ട് ആധ്യാത്മിക വളർച്ചയിൽ നിന്ന് മന്ദോഷ്ണതയിലേക്ക് വിടാതിരിക്കാൻ ജാഗരൂകതയോടെ നാം വർത്തിക്കണമെന്നുള്ളതാണ്. കാരണം വളരെ എളുപ്പത്തിൽ അങ്ങനൊരു വീഴ്ച ഉണ്ടാവാം. അത് വളരെ അപകടകരവുമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ സ്ഥിതി നാം ആയിരിക്കുമ്പോൾ ദൈവം തൻ്റെ ഏറ്റവും നല്ല സ്നേഹിതർക്ക് അയക്കുന്ന പരീക്ഷയാണിത് എന്ന് അന്ധമായി വിശ്വസിച്ച് നമ്മൾ സ്വസ്ഥരായിരിക്കും. ഈ മായാമോഹത്തിൻ്റെ ഫലമായി മരണത്തിലേക്ക് നയിക്കുന്ന ആ ഭയങ്കര നിദ്രയിലേക്ക് നാം കടക്കുകയും ചെയ്യും.
ദിവ്യകാരുണ്യനാഥ, തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചു പോവുക, ചെറുതും വലുതുമായ ഭക്തികൃത്യങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്നും വെട്ടിക്കുറയ്ക്കരുതെന്നുമൊക്കെ അതിന് ഞങ്ങളെ സഹായിക്കണേ. പരീക്ഷകളെ മനമെടുത്ത് നിരുത്സാഹരാകാതെ എളിമയിലും സമാധാനത്തിലും ഞങ്ങൾ അങ്ങേക്ക് സേവനം ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്കിന്ന ദിവസം നമ്മുടെ ഹൃദയത്തിൽ ഈ തിരുവചന ഭാഗം കുറിച്ചിടാം. പൗലോസ്ലീഹ റോമാന്റെ സഭയ്ക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം തിരുവചനം. തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ബലഹീനരായ നമ്മളെ ശക്തിപ്പെടുത്തുവാൻ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ സഹായങ്ങളും സമാശ്വാസങ്ങളും കൊണ്ട് നമ്മെ സന്തോഷിപ്പിക്കുന്ന ദൈവത്തെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ആരാധിക്കാം. വിശുദ്ധ ബെർണാർഡ് പറയുന്നത് പോലെ അടക്കമില്ലാത്ത നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി ഈ സഹായങ്ങളെയും സമാശ്വാസങ്ങളെയും നാം നഷ്ടപ്പെടുത്തുന്നതോർത്ത് അവിടുത്തെ തിരുമുമ്പിൽ നമ്മെ തന്നെ നമുക്ക് എളിമപ്പെടുത്താം. ആന്തരികമായ എല്ലാ ക്ലേശങ്ങളുടെയും കാരണം ദൈവവും സുഹൃതാനുഷ്ഠാനത്തിലുള്ള പരിശ്രമങ്ങളുമാണെന്ന് ധരിച്ചവരായിട്ടുള്ള ക്രൈസ്തവർ കുറച്ചൊന്നുമല്ല. ഇവരുടെ അഭിപ്രായത്തിൽ ദൈവം തന്നെ സേവിക്കാൻ മനുഷ്യനെ ക്ഷണിക്കുന്നത് അവനെ ക്ലേശിപ്പിക്കുവാനാണ്. ക്രിസ്തീയ പരിപൂർണത ദുഃഖപൂരിതമായ ഒരവസ്ഥയും. തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളെ ശുദ്ധീകരിക്കുന്നതിനും പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും അവനും അവരുടെ യോഗ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ദൈവം ചിലപ്പോൾ ആത്മീയ വളർച്ചകളാൽ അവരെ പരീക്ഷിക്കുമെന്നത് ശരിയാണ്.
എന്നാൽ പലപ്പോഴും ധ്യാനത്തിലും പ്രാർത്ഥനയിലും നമുക്കനുഭവപ്പെടുന്ന വരൾച്ചയുടെയും പ്രയാസങ്ങളുടെയും കാരണം നമ്മെ തന്നെയാണ് അന്വേഷിക്കേണ്ടത്. നാം നേരത്തെ കണ്ടതുപോലെ ഇതിൻ്റെ പൊതുവായ കാരണം മന്ദജീവിതമാണ്. ഈ പൊതു കാരണത്തിന് പല ഉദാഹരണങ്ങളുമുണ്ട്. ഇവ ഓരോന്നും ശരിക്കും അറിഞ്ഞിരിക്കുക വളരെ ആവശ്യകമാണ്. നമ്മിൽ അസ്വസ്ഥത ഉളവാക്കുന്ന വികാരങ്ങൾ, വ്യഗ്രചിത്തതയ്ക്ക് കാരണമാകുന്ന സ്വാർത്ഥ സ്നേഹം നമ്മുടെ മനസ്സിനെ ലൗകിക വിഷയങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ദൈവത്തെക്കുറിച്ച് ഏകാഗ്രമായി ചിന്തിക്കുവാൻ നമ്മെ അശക്തരാക്കുകയും ചെയ്യുന്ന ജിജ്ഞാസകൾ, സ്വാർത്ഥതയെ നിയന്ത്രിക്കുകയും ലോകബന്ധങ്ങളിൽ നിന്ന് അതിനെ വിടർത്തുകയും ചെയ്യുന്നതിൽ നാം പ്രദർശിപ്പിക്കുന്ന അനാസ്ഥ, ഇവയെല്ലാമാണ് ആ ഉദാഹരണങ്ങൾ, അല്ലെങ്കിൽ വിചിത്രമായ വിരുദ്ധത. പ്രാർത്ഥനയിൽ ഏകാഗ്രമായിരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അതേസമയം ബോധപതർച്ചയെ മുഴുകിപ്പോകുന്നതിന് നമ്മെ തന്നെ അനുവദിക്കുകയും ചെയ്യുന്നു. ഭക്തിമാധുര്യം നമ്മിൽ നിലനിർത്തുവാൻ നാം അഭിലഷിക്കാറുണ്ട്. എന്നാൽ ഹൃദയത്തിൻ്റെ മാധുര്യം മുഴുവൻ ഊറ്റിക്കുടിക്കുകയും അതിനെ ശുഷ്കമാക്കുകയും ചെയ്യുന്ന ഒരായിരം വ്യർത്ഥ ചിന്തകളിലും സ്നേഹബന്ധങ്ങളിലും ആഗ്രഹങ്ങളിലും നാം തൽപരരാകുന്നു. അങ്ങനെ അവസാനം നമ്മുടെ ഹൃദയത്തെ ദൈവിക കാര്യങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ആഗ്രഹവുമില്ലാത്ത ഒരു സ്ഥിതിയിൽ ആക്കി തീർക്കുന്നു. ധ്യാനം, ദിവ്യകാരുണ്യ സ്വീകരണം, വിശുദ്ധ കുർബാനയ്ക്ക് വിസീത്ത മുതലായവരെല്ലാം 1000 പ്രാവശ്യം തീഷ്ണതയേറെ വികാരങ്ങളും ആധ്യാത്മിക സന്തോഷങ്ങളും ദൈവം നമുക്ക് നൽകുന്നു. അവ വഴി ബലഹീനരായ നമ്മെ സഹായിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ അതിനുശേഷം ഉടനെ തന്നെ ജിജ്ഞാസ ആകർഷിക്കുന്നിടത്തേക്കെല്ലാം അലഞ്ഞു തിരിയാൻ നമ്മുടെ കണ്ണുകളെ നാം അനുവദിക്കുന്നു. ഒരു വ്യർത്ഥാഭിലാഷത്തിനോ ചാബല്യത്തിനോ നാം വഴങ്ങുന്നു. അനാവശ്യക സംസാരങ്ങളിലും ലൗകിക കാര്യങ്ങളിലും ക്രമരഹിതമായി നാം മുഴുകുന്നു. ദിവാസ്വപ്നങ്ങളിൽ നമ്മുടെ സമയം നാം നഷ്ടപ്പെടുത്തുന്നു. ഇവയുടെയെല്ലാം ഫലമായി ഭക്തിമാധുര്യം മുഴുവനും നമുക്ക് നഷ്ടപ്പെടുന്നു. നാം മന്ദോഷ്ണരും അസംതൃപ്തരും സമാധാന രഹിതരുമായി തീരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുത്, എന്തെന്നാൽ അസഹിഷ്ണു എന്ന പേരുള്ള കർത്താവ് അസഹിഷ്ണുവായ ദൈവം തന്നെ. സൃഷ്ടവസ്തുക്കൾക്ക് വേണ്ടി അവിടുത്തെ നാം ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവിടുന്ന് നമ്മെ ഉപേക്ഷിക്കും. ലോകവസ്തുക്കൾ പ്രവേശിക്കുന്നതിന് അനുമതി നൽകുന്ന മനസ്സിനോട് പ്രാർത്ഥനയോടെയോ ഫലപ്രസാദത്തിൻ്റെയോ ചൈതന്യം സമ്പർക്കം പുലർത്തുകയില്ല. പ്രത്യേക സ്നേഹബന്ധങ്ങളാൽ ലോകത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഹൃദയത്തോടും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പറന്നു നടക്കുന്ന ഭാവനയോടും ഒന്നിച്ച് ആ ചൈതന്യം വർദ്ധിക്കുകയില്ല. തന്നിമിത്തം ആധ്യാത്മിക വളർച്ചയ്ക്കുള്ള കാരണങ്ങളിൽ ഒരു വലിയ പങ്ക് നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെയാണ്. അവ ദൈവത്തിൻ്റെയും സുഗതാഭ്യാസനത്തിൻ്റെയും മേൽ കെട്ടിയേൽപ്പിക്കുന്നതിന് പകരം നമ്മിൽ തന്നെയാണ് നാം അന്വേഷിക്കേണ്ടത്.
ആ കാരണങ്ങളെ നീക്കിക്കളയുക. അനന്തരം നമ്മുടെ കുറ്റത്തിൻ്റെ യഥാർത്ഥ ശിക്ഷയായ ഇപ്പോഴത്തെ അവസ്ഥയെ പരിഹാര മനോഭാവത്തോടെ നമുക്ക് സഹിക്കാം. ഈശോയെ, തിരുസന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഈ നിമിഷങ്ങളിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും തിരുസന്നിധിയിലേക്ക് വെച്ചു തരുന്നു. ഞങ്ങളുടെ കുടുംബം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഉപകാരികൾ, ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ആന്തരിക ജീവിതത്തിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുവാൻ അങ്ങ് തന്നെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ, ദിവ്യകരണ സന്നിധിയിലേക്ക് ദിവ്യകരണ ആശീർവാദത്തിനായി ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, കൃപാമാരി ചൊരിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മധുര